ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടൂരയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ബൗളിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ റവയിൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് തമ്മിലുള്ള മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതൊരു 15 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഞാൻ 2 കപ്പ് മൈദപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അത് ഈ എടുത്തു വെച്ചിട്ടുള്ള പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ റവ കുതിർക്കാനിട്ടിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ആ റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൽ നിന്ന് വെള്ളമില്ലാണ്ട് ഇങ്ങനെ കൈ കൊണ്ട് എടുത്തതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ റവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കൈ കൊണ്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ചെടുക്കണില്ലേ, ആ ഒരു പരുവത്തിന് കുഴച്ചെടുക്കാം കേട്ടോ. തൈരിൻ്റെ കണക്ക് ഞാൻ എല്ലാതും ഒഴിച്ചതിന് ശേഷം പറയാം എത്ര ഒഴിച്ചു എന്നുള്ളത്. കുറച്ചും കൂടി തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ വെള്ളത്തിന് പകരം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് തൈരാണ് കേട്ടോ. അതിൽ മൊത്തമായിട്ട് ഞാൻ ഈ ഒരു കപ്പ് കൊണ്ട് മൊത്തം തൈര് ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഇത്ര ബാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തൈര് കഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ മാവ് നല്ല പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് നമുക്കിതിപ്പോൾ ഇങ്ങനെ ആയിട്ട് വന്നിട്ടുണ്ട്. എപ്പോഴും മാവ് ഒരു 10 മിനിറ്റ് കണ്ടിന്യൂസ്ലി നല്ല പോലെ കുഴച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് ബട്ടൂരയും ആ ഒരു സോഫ്റ്റും ആ ബട്ടൂര കറക്റ്റ് ആയി കിട്ടുള്ളൂ. നമുക്ക് കുറച്ച് നേരം കൂടി ഈ മാവ് നല്ല പോലെ കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് വീണ്ടും നല്ല പോലെ കുഴച്ചെടുക്കുക. ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നല്ല പോലെ ഇത് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഈ മാവിൻ്റെ എല്ലാ സൈഡിലും ആ ഓയിൽ പുരട്ടി വെച്ച് കൊടുക്കാം. ഇനി ഇത് 6 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒന്നില്ലെങ്കിൽ നനഞ്ഞൊരു തുണി ഒന്ന് വിരിച്ചിട്ടാൽ മതി ഈ മാവിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ ഒന്ന് അടച്ചു വെച്ചാൽ മതി. ഞാനിപ്പോൾ അടച്ചു വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ മാവിന് നമുക്ക് ഓരോ ചെറിയ ബോളുകളായിട്ട് മാറ്റി വയ്ക്കാം.
എനിക്കിപ്പോൾ 13 ബട്ടൂരയ്ക്കുള്ള ബോൾ കിട്ടിയിട്ടുണ്ട്. ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഓയിൽ എല്ലാ ബോളുകളിലും മുകളിൽ ഇതുപോലെ ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട്. നനവുള്ളൊരു തുണി ഈ ബോളുകളുടെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ. അതിനുശേഷം ബട്ടൂർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂരയ്ക്ക് പരത്താനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചപ്പാത്തി പലകയും കോലാണ് എടുത്തിട്ടുള്ളത്. അതുമൊക്കെ ഒന്ന് ഓയിൽ പറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി പരത്താനായിട്ട് നോക്കാം. ബട്ടൂരയ്ക്കുള്ള മാവ് പരത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് നോക്കാം കേട്ടോ. ബട്ടൂര ഇതേപോലെ പൊങ്ങി വരണം കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്. ഞാനത് ഓയിലിൽ നിന്ന് എടുക്കുകയാണ്. ഇതേപോലെ ബാക്കിയുള്ള ബട്ടൂരൊക്കെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാ ബട്ടൂരയും ഉണ്ടാക്കിയതിന് ശേഷം കാണിച്ചു തരാം. ബട്ടൂര ഉണ്ടാക്കുമ്പോൾ ബട്ടൂര ഓയിലിട്ട് കഴിഞ്ഞതുപോലെ പൊങ്ങി വരണം കേട്ടോ. അതൊന്ന് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ബട്ടൂര റെഡി ആയിട്ടുണ്ട്.
ഇതൊരു സ്പെഷ്യൽ ബട്ടൂരയാണ്. ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ബട്ടൂരയാണ് കേട്ടോ. അതിനാണ് നമ്മൾ ഇതിൽ റവയൊക്കെ ചേർത്തിട്ടാണ് ഈ ബട്ടൂര ഉണ്ടാക്കുന്നത്. കഴിക്കുമ്പോൾ തന്നെ ഇത്തിരി ടേസ്റ്റിൽ വരെ വ്യത്യാസമുള്ളൊരു ബട്ടൂരയാണ്. നമ്മൾ തൈര് കൂടി ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന കാരണം ചെറിയൊരു പുളിരസം ഈ ബട്ടൂരയ്ക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ കൂടുതൽ കോമ്പിനേഷൻ ചന മസാലയാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ഈ ബട്ടൂരയ്ക്കൊപ്പം പനീർ മസാല, ബട്ടർ ചിക്കൻ ഇതൊക്കെ നല്ല കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.